ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ ഈ ഇക്വിലിബ്രിയത്തിൻ്റെ കഥ ഞാൻ കഴിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് ഇതൊന്നും എനിക്കൊരു ഗോൾഡൻ മഷി കിട്ടിയിട്ടുണ്ട് കൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈ പാഠത്തിൻ്റെ എന്ന് പറയേണ്ടത് എൻഡ് ചെയ്താലേ നമുക്ക് പാഠത്തിന്. സോ 2 questions, final 2 questions. What is the minimum, question number 72, what is the minimum volume for water required to dissolve 1 gram of calcium sulfate CaSO4 at ഇത്ര ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചർ, കാൽഷ്യം സൾഫേറ്റ് KSP സോളിബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് 9.1 × 10⁻6 അല്ല -6. അപ്പോൾ ദിസ് CaSO4 ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് Ca2 + SO4 2-. ഇറ്റ്സ് വെരി ഓബ്വിയസ്. ഇത് രണ്ടും സൊല്യൂട്ട് ചെയ്യുമ്പോൾ അത് സംഭവിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എസ്, ഇതിലും എസ്, ഇതിലും എസ്. KSP ഇത്ര തന്നിട്ടുണ്ട്, വേർ എസ് ഇസ് ദ സോളിബിലിറ്റി. KSP എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് ആണ്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2-. അപ്പോൾ S × S എന്ന് പറയുന്നത് S² ആണ് KSP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ S², അപ്പോൾ എന്തായിരിക്കും ഈ KSP ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ 9.1 × 10⁻6. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ അറിയില്ല. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? S എടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക, 9.1 × 10⁻6. ഇത് ചെയ്താൽ മതി 0.3.017 × 10⁻³ മോളാർ കിട്ടും. അതാണ് കോൺസെൻട്രേഷന്. ഇനി CaSO4 സോളിബിലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? 3.07 × 10⁻³ ഇൻറ്റു 136 എന്ന് പറയുന്നത് ദിസ് ഇസ് ദ എന്താണ് മോളാർ മാസ് ഓഫ് CaSO4. അതിൻ്റെ മോളാർ മാസിനെ കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എത്ര കിട്ടുന്നുണ്ട്? സോളിബിലിറ്റി എത്ര കിട്ടുന്നുണ്ട്? 410 × 0.3 × 10⁻³ g/L. ഇനി നമ്മളെ എന്ത് ചെയ്യുക? നമ്മളെ സ്റ്റോയിഷ്യോമെട്രി ഉപയോഗിക്കുക. അതായത് എന്താണ് 410.3 × 10⁻³ ഗ്രാം റിക്വയർസ് എന്താണ് 1 ലിറ്റർ. അപ്പോൾ എന്താണ്, അപ്പോൾ 1 ഗ്രാം എത്രയായിരിക്കും? അപ്പോൾ ഈ 1 / സാധനം അതായത് 10 മുട്ടക്ക് എന്താണ് 10 എഗ്സിന് 100 റുപ്യ. അപ്പോൾ ഒരു എഗ്ഗിന് എത്ര വരിക? 100 / 10 = 10 റുപ്യ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 1 / 410.3 × 10⁻³ അപ്പോൾ എത്ര കിട്ടും? എത്ര ലിറ്റേഴ്സ് കിട്ടും? അല്ലെങ്കിൽ എത്ര റുപ്പീസ് കിട്ടും? 2.437 ലിറ്റേഴ്സ്. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻ സിമ്പിളായിരുന്നു, പക്ഷേങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മിനിമം വോളിയം എന്നെല്ലാം കണ്ടിട്ട് ചിലപ്പോൾ ബേർഡ്സ് വരുന്നുണ്ടാവും. ദാറ്റ്സ് ഓക്കെ. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതോടുകൂടി പാഠം തീർന്നു. ഇത് കുറച്ച് സംഭവം, കുറച്ച് ലെവല് എനിക്കറിയില്ല. ദ കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് അയോൺ S2- എന്നാണ് സൾഫൈഡ് അയോൺ എന്ന് പറയുക. ഇനി 0.1 എത്രയോ എന്ത് തന്നിട്ടുണ്ട്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. HCl സൊല്യൂഷൻ സാച്ചുറേറ്റഡ് വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണത്. അപ്പോൾ +-2. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്ന കാരണം എന്ന്. അത് എത്ര തന്നിട്ടുണ്ട്? അതിൻ്റെ കോൺസെൻട്രേഷൻ 1 × 10⁻19 മോളാർ. ഇഫ് 10 ml ഓഫ് ദിസ് ഇസ് ആഡഡ് ടു 5 ml ഓഫ് 0.05 മോളാർ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ്. ഏതെല്ലാം? FeSO4, MnCl2, ZnCl2 ഇതെന്ന സിങ്ക് ക്ലോറൈഡ്, CdCl2 കാഡ്മിയം ക്ലോറൈഡ്, ഇത് ഫെറസ് സൾഫേറ്റ്, പിന്നെ ഇതെന്തൊരു സാധനം? മറ്റേ മാഗ്നീഷ്യം ക്ലോറൈഡ് അല്ല, മാഗ്നീഷ്യം അല്ല, മാംഗനൈറ്റ് ക്ലോറൈഡ്. പേര് എന്നോടോ അതിൻ്റെ പേരെനിക്ക് അറിയില്ല. ആൻഡ് ഇൻ വിച്ച് ഓഫ് ദി സൊല്യൂഷൻ പ്രസിപ്പിറ്റേറ്റ്. ഇത് ഏത് സൊല്യൂഷനിൽ 4 ലൂയിച്ച് ഇതിൻ്റെ 5 ml ഓഫ് 0.04 മോളാർ സൊല്യൂഷന്. ഇതിലേതായിരിക്കും പ്രസിപ്പിറ്റേഷൻ നടക്കുക? ഓരോന്നിനെ KSP തന്നിട്ടുണ്ട്, FeSന് തന്നിട്ടുണ്ട്, MnSന് തന്നിട്ടുണ്ട്, ZnSന് തന്നിട്ടുണ്ട്, CdSന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രസിപ്പിറ്റേഷൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് അയോണിക് പ്രോഡക്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സോളിബിലിറ്റി പ്രോഡക്റ്റ്. ഇത് ഫുൾഫിൽ ചെയ്യുന്ന കണ്ടീഷൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കും. അത് എന്ത് കണ്ടുപിടിക്കണം? അയോണിക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. കാരണം എന്താ? ഈ സോളിബിലിറ്റി പ്രോഡക്റ്റ് KSP എല്ലാത്തിനും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയോണിക് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇതെന്താണ് ഈ അയോണിക് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഈ പറഞ്ഞ് തന്ന വാല്യൂസ് ആണെങ്കിൽ ഓക്കെ പ്രസിപ്പിറ്റേഷൻ നടക്കും. കുറവാണെങ്കിൽ നടക്കൂല. അത്ര വലിയ സിമ്പിൾ ആൻസർ. അപ്പോൾ S2- കോൺസെൻട്രേഷൻ 10⁻19 മോളാറാണ്. 10 ml ഓഫ് S2- is mixed with 5 ml of 0.04 molar solution of different solutes, so the final volume is 15. അപ്പോൾ 10ഉം 5ഉം കൂടി ചേർന്നാൽ എത്ര? 10 ml ഉണ്ട്, അതിലെ 5 ml എടുത്ത്. അപ്പോൾ 10 + 5 15 ml ആണ് ടോട്ടൽ. അപ്പോൾ എന്താണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ദ മിക്സിംഗ് കോൺസെൻട്രേഷൻ ഓഫ് S2- = 10 × 10⁻19 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടി? 6.67 × 10⁻20 മോളാർ. അപ്പോൾ M2+ എന്ന് പറയുന്നത് Fe2+ ആവാം. കാരണം ഇതിപ്പോൾ എന്താണ് ഈ FeS എന്ന് പറയുമ്പോൾ ഇത് S2-, അപ്പോൾ ഇത് +2 നിൽക്കും. MnS എന്ന് പറയുമ്പോൾ ഇത് +2 ഇത് -2 നിൽക്കും. ഇത് ZnS എന്ന് പറയുമ്പോൾ ഇത് -2 ഇത് +2 നിൽക്കും. അതേപോലെ CdS എന്ന് പറയുമ്പോൾ കാഡ്മിയം പ്ലസ് എന്ന് പറയുമ്പോൾ കാഡ്മിയം എന്ന് പറയുമ്പോൾ ഞാൻ കാഡ്ബറി അല്ലേ ഉദ്ദേശിച്ചത്, നമ്മളെ ഡയറി മിൽക്കിൻ്റെ കാഡ്ബറി അല്ല, ഇത് കാഡ്മിയമാണ്. ദിസ് ഇസ് എൻ ടോക്സിക് എലമെൻറ്റ്. ഇത് S2-. എല്ലാം അപ്പോൾ എന്തായിരിക്കും? Fe2+, Mn2+, Zn2+, Cd2+. അപ്പോൾ ഒരു ജനറലായിട്ട് ഒരു M2+ൻ്റെ കോൺസെൻട്രേഷന്. അപ്പോൾ M2+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത് ഈ ഡാറ്റ വെച്ചിട്ട് 5 × 0.04 മോളാർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എത്രയാണ്? 15.
അപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് കിട്ടിയാൽ ഇതൊരു ആൻസർ കിട്ടിയാലോ ഇതൊരു ആൻസർ കിട്ടിയാലോ രണ്ടും തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യും. ഇത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ 1.33 × 10⁻², ഇൻറ്റു 6.67 × 10⁻², രണ്ടിനും പ്രൊഡക്റ്റ് എടുത്ത്. അപ്പോൾ ഇതിൻ്റെ എത്ര, ഇതാണ് ആക്ച്വലി അയോണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എത്ര കിട്ടുന്നുണ്ട്, 8.87 × 10⁻22 എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ 8.87 × 10⁻22. അതേപോലെ എന്താണ് നമ്മൾ കാണുന്ന സമയത്ത് ഈ സിങ്കിൻ്റെയും കാഡ്മിയത്തിൻ്റെയും അയോണിക് പ്രൊഡക്റ്റ് ഓഫ് M2+ എന്താണ് ഇൻറ്റു S2- ഇറ്റ് ഈസ് ഗ്രേറ്റർ ദെൻ KSP. അതായത് ഇത് നമ്മൾ ജനറലിറ്റി കണ്ടുപിടിച്ചല്ലോ. ഇനി എന്ത് ചെയ്യുക, ഓരോന്നും കമ്പയർ ചെയ്യുക. ഏത് ഈ പറഞ്ഞ നിങ്ങളിനി ഇതെന്താണ് ഈ സാധനം നമ്മൾ അയോണിക് പ്രൊഡക്റ്റ്. ഇനി ഓരോന്നിനെ നോക്ക്. ഇത് നോക്ക്, ഈ FeS നോക്ക് 10⁻18. അതായത് നെഗറ്റീവ് വാല്യൂ കുറയും തോറും അത്രത്തോളം നല്ലത്. അല്ലെങ്കിൽ 10⁻2 എന്ന് പറയുമ്പോൾ തന്നെ അതായത് 0 കഴിഞ്ഞിട്ട് 22 0 ഇടും. അപ്പോൾ ഓൾറെഡി അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയി. അപ്പോൾ 10⁻18 എന്ന് പറയുമ്പോൾ 0 കഴിഞ്ഞിട്ട് ഒരു 18 0. അപ്പോൾ എന്താണ് 10⁻22 ലെസ് ദെൻ 10⁻18. അപ്പോൾ എന്താ, ദിസ് ഈസ് ഈ പറഞ്ഞ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അയോണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദെൻ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ ഈ എന്താണ് ഈ പറഞ്ഞ അല്ല ഇത് ഫുൾഫിൽ ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവിടെ സോളിബിലിറ്റി പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദെൻ അയോണിക് പ്രൊഡക്റ്റ്. കാരണം ഇത് ജാസ്തിയല്ലേ, അപ്പോൾ KSP ജാസ്തി ഉണ്ട്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഈ FeSൻ്റെ കേസിൽ KSP ഗ്രേറ്റർ ദെൻ അയോണിക് പ്രൊഡക്റ്റ് ആയിട്ടില്ല എന്താണ്. അപ്പോൾ ഇവിടെ നടക്കില്ല, ഇവിടെ ഈ പ്രസിപ്പിറ്റേഷൻ നടക്കില്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, Mn2s അല്ലേ. Mn2s നടക്കുക 2.5 × 10⁻13. അപ്പോൾ അതും നടക്കില്ല. 2.5 × 10⁻13 എന്ന് പറയുമ്പോൾ പിന്നെയും കുറച്ചും കൂടി എന്താണ് ലാർജർ വാല്യൂ ആണ്. അത് എന്തിനെക്കാട്ടും ഗ്രേറ്റർ ആണ്, നമ്മളെ 8.87 × 10⁻20. അപ്പോൾ ഇവിടെയും പ്രസിപ്പിറ്റേഷൻ നടക്കില്ല. ഇനി ഇതിൽ നോക്കാം, ZnSൻ്റെ എന്താ ചെയ്ത് 10⁻24 ഇസ് 10⁻24 ഗ്രേറ്റർ ദാൻ 10⁻22. നോ, ദിസ് ഈസ് ഫോൾസ് ആണ്. 10⁻24 ഈസ് ലെസ് ദാൻ 10⁻22. അതായത് 10⁻24 ഗ്രേറ്റർ ദാൻ 10⁻22 ആണ്. പക്ഷേ നെഗറ്റീവ് വരുമ്പോഴെന്താ, ഇത് ഈ ക്വാണ്ടിറ്റി ഇതിനെക്കാട്ടും ചേർത്ത്. അപ്പോൾ എന്താ അയോണിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇതിപ്പോൾ എന്താണ് അയോണിക് പ്രൊഡക്റ്റാണ്, ഇത് സോളിബിലിറ്റി പ്രൊഡക്റ്റാണ്. അതായത് 10⁻22 ഗ്രേറ്റർ ദാൻ 10⁻24 കാണുന്നുണ്ട് നിങ്ങളിവിടെ. അയോണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഇത് അയോണിക് പ്രൊഡക്റ്റ്, ഇത് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഓക്കെ, സോളിബിലിറ്റി പ്രൊഡക്റ്റ് 10⁻24. അപ്പോൾ ഇവിടെ എന്ത് നടക്കും, ഇത് ഇതിനെക്കാട്ടും ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. അതേപോലെ കാഡ്മിയത്തിൻ്റെ നോക്കാം, CDSൻ്റെ 8 × 10⁻27 ഈസ് 10⁻27 ലെസ് ദെൻ 10⁻2. യെസ്, 10⁻22 ഇസ് ഗ്രേറ്റർ ദാൻ 10⁻27. ഇത് അയോണിക് പ്രൊഡക്റ്റ്, ഇത് സോളിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ അയോണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെയും പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ ഏതിലല്ലേ പ്രസിപ്പിറ്റേഷൻ നടക്കുള്ളൂ, ഈ കാഡ്മിയം CdCl2ലും പിന്നെ എന്തില്ല, അതായത് ഇവിടെയും നടക്കും ഇവിടെയും നടക്കും. അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ട്സ് എന്തല്ല, CdCl2 പിന്നെ ZnCl2, സിങ്ക് ക്ലോറൈഡും കാഡ്മിയം ക്ലോറൈഡും. അത് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഇത് രണ്ടും എന്താവും, ഇത് രണ്ടും മറ്റേ ഇതിൽ നമ്മളെ മിക്സറായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് പുറത്തേക്ക് പ്രസിപ്പിറ്റേറ്റ്. അതായത് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അതിൻ്റെ പേരെനിക്ക് അതിൻ്റെ മീനിങ് ഓർമ്മയില്ല. പക്ഷേ എന്താ, ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ഡൗൺ ആരോ ആണ്. പ്രസിപ്പിറ്റേറ്റഡ് CD, ഇതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇത് കിട്ടും. ZnCl2ൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ZnS കിട്ടും. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇതോടുകൂടിയിട്ട് ഈ പാഠം അവസാനിച്ചു. ബൂം, എൻഡ് ഓഫ് ദ ചാപ്റ്റർ.